ഹായ് മിറക്കിൾ മേക്കേഴ്സ്, നല്ലൊരു ശുഭദിനം നേരുന്നു. ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച് മായ. ഞാൻ ഇന്ന് എൻ്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ എന്തൊക്കെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി അച്ചീവ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 പക്ഷെ അതിനും ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിരുന്നു. അത് ആദ്യമായിട്ട് ഞാനൊരു ബുക്ക് വായിച്ചതിലൂടെയാണ് അറിഞ്ഞത്. അത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ബൈ ജോസഫ് മർഫി. ആ ഒരു ബുക്ക് ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് വായിച്ചതാണ്. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പുതിയ ടോപ്പിക്കുകളായിരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നോക്കി. പക്ഷെ ആദ്യമൊന്നും എനിക്കത് അങ്ങനെ വിശ്വസിക്കാൻ തോന്നിയിരുന്നില്ല. ഭയങ്കര ഡൗട്ടോടായിരുന്നു ഞാൻ ആ കണ്ടന്റുകൾ കണ്ടിരുന്നത്. കുറച്ച് നാൾ ഞാൻ ഈ ഒരു ഡൗട്ടോടെയാണ് നടന്നത്. പക്ഷെ പിന്നീട് ഞാൻ ആ ഒരു സമയത്താണ് ഞാൻ ഈ പാരാസൈക്കോളജിയെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ചിന്തിച്ചപ്പോൾ തോന്നി, ഓക്കെ, കാണാൻ കഴിയാത്തതും നമുക്കറിയാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്നുള്ളത് എനിക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ പുതിയൊരു നിയമം അല്ലെങ്കിൽ ലോ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതാണോ എന്ന് അറിയാനായിട്ട് ഞാനൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചുകൂടി ബുക്കുകൾ വായിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നിയപ്പം ഞാൻ കുറേ ബുക്കുകൾ വായിച്ചു. അതിൽ ദ സീക്രട്ട് ഉണ്ട്, ദ മാജിക് ഉണ്ട്, ദ പവർ ഓഫ് പോസിറ്റിവിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് ബുക്കുകൾ ഞാൻ വായിച്ചു. അതിലൂടെയൊക്കെ ഞാൻ കുറേ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു, പുതിയ ടെക്നിക്കുകൾ അറിഞ്ഞു. അങ്ങനെ ഞാൻ പതിയെ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് പ്രാക്ടീസുകൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ടെക്നിക്ക് 369 ടെക്നിക്കായിരുന്നു. കാരണം നിക്കോള ടെസ്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പല കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പല തിയറികളും എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിക്കോള ടെസ്ലയുടെ കോഡായ 369 ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ എനിക്ക് എന്തോ ഒരു വിശ്വാസം തോന്നി, അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഞാൻ പല ടെക്നിക്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ പിന്നീട് ഒരു വർഷം മിനിമം 8 ബുക്കെങ്കിലും ഞാൻ വായിക്കും. ഞാൻ 12 ബുക്കാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ മാസം ഒരു ബുക്ക് വെച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഡീപ്ലി അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാനൊന്നും കഴിയത്തില്ല. വെറുതെ വായിച്ചു വിടാനേ, ഒരു നമ്പർ കൂട്ടാൻ വായിക്കാനേ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പതിയെ ഒരു 8 ബുക്ക് എന്ന രീതിയിലാക്കി. അപ്പോൾ എനിക്ക് ഞാൻ ഒരു ബുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് തന്നെ നോട്ടുകൾ എഴുതും. പിന്നെ അപ്പോൾ എനിക്ക് വരുന്ന ചിന്തകൾ എഴുതും. അങ്ങനെയാണ് ഞാൻ വായിക്കാറ്, വെറുതെ വായിച്ചു വിടാറില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്താണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ ഈ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 5-6 തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ഓരോ വട്ടം വായിക്കുമ്പോഴും അതിനകത്തെ കണ്ടന്റ് ഒന്നാണെങ്കിലും നമ്മളുടെ ചിന്തകൾ വേറെ പുതിയ തലത്തിലേക്കായിരിക്കും പോകുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഒരു വട്ടം സീക്രട്ട് വായിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ബുക്ക് അടച്ചു വെക്കാതെ അത് പിന്നെയും വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വേറെ പുതിയ തലങ്ങളിലേക്കുള്ള അർത്ഥങ്ങൾ അതിന് മനസ്സിലാകാൻ കഴിയും. അപ്പം ഞാൻ എൻ്റെ ഈ 13 വർഷത്തെ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്തത് എന്ന് നോക്കാം. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാനിത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് 2012 എൻ്റെ സാലറി എന്ന് പറയുന്നത് 4500 രൂപയായിരുന്നു. അത് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ 4500 രൂപയിൽ നിന്നും ഇപ്പം എൻ്റെ ഒരു സാലറി, അതായത് എൻ്റെ ജോലിയിൽ നിന്ന് മാത്രം കിട്ടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ ജോലിയിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 2.5-3 ലക്ഷമാണ് ഇപ്പം. ആ ഒരു ലെവലിലേക്ക് എത്താൻ എന്നെ സഹായിച്ചത് ഈ അട്രാക്ഷനിലെ പല ടെക്നിക്കുകളുമാണ്. ഞാൻ 4500 രൂപയിലായിരുന്നപ്പോൾ അന്ന് ഞാൻ ആദ്യം എഴുതി വെച്ചതെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ മന്ത്ലി സാലറി കിട്ടുന്നു എന്നാണ്. പക്ഷെ അത് കുറച്ച് നാൾ ഞാനത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, 4500 നിന്ന് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കാം. പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ 1 ലക്ഷം രൂപ സാലറിയിൽ എത്തുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ അപ്പം കഴിഞ്ഞില്ല. അത് ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ അതൊരു ശരിയായിട്ട് തോന്നില്ല. അങ്ങനെ ഞാൻ 1 ലക്ഷത്തിൽ നിന്ന്
10,000-ലേക്ക് കുറച്ച് നോക്കി. നേടാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ എന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഞാൻ 2013 എൻ്റെ സാലറി 10,000 രൂപയായിട്ടെത്തി. അതായത് ഞാൻ അവിടെ നിന്നും വേറൊരു സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ എനിക്ക് 10,000 രൂപ സാലറി സ്റ്റാർട്ടിങ്ങുമായി. അപ്പം എനിക്ക് കുറച്ച് വിശ്വാസമൊക്കെ വന്നു. പിന്നെ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ വന്നു. അപ്പം ഞാൻ എൻ്റെ 1,00,000 രൂപ എന്നുള്ള സാലറി ഒരു വർഷത്തിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് അത് എനിക്ക് തോന്നുന്നു 10 വർഷമാണെന്ന് തോന്നുന്നു അന്ന് ഞാൻ എഴുതിയത്. അത് ഞാൻ ഡെയിലി എഴുതുന്നതല്ല, അതൊരു മിറർ ടെക്നിക്കിന് എന്ന് പറയും. അതിന് ഒറ്റ വട്ടം എഴുതത്തുള്ളൂ. അത് ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 10,000 രൂപ അച്ചീവ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നി. അങ്ങനെ ഞാൻ പിന്നീട് 2015 ആയപ്പോഴത്തേക്ക് ഞാൻ 18,000 രൂപയിലും 2016 25,000 രൂപയിലും 2018 30,000, 2019 38,000, 2020 50,000, 2021 85,000 സാലറിയാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഇന്ത്യയിലാണ്, ഇന്ത്യക്ക് പുറത്തല്ല. 2022 ഞാൻ 2.5 ലക്ഷം രൂപ സാലറിയിലേക്ക് എത്തി. അപ്പോഴത്തേക്ക് ഞാൻ ഇന്ത്യക്ക് പുറത്ത് UK പോയിരുന്നു. അപ്പം ഇന്ത്യയിൽ ഞാൻ ഇത്രയും ഒരു സാലറി ലെവലിൽ എത്താൻ എനിക്ക് കഴിഞ്ഞു. അത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെനിക്ക് ഒരുപാട് നന്ദി യൂണിവേഴ്സിനോട് പറയാനുണ്ട്. ഞാൻ അത്ര വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞാൻ അത്ര വിശ്വസിച്ച് ഞാൻ എഴുതി. അതൊക്കെ എൻ്റെ യൂണിവേഴ്സ് എനിക്ക് തന്നു. പിന്നെ എൻ്റെ കരിയറിനകത്ത് ഞാൻ ഈ 2021 എൻ്റെ ഹയസ്റ്റ് പൊസിഷനിലായിരുന്നു. ഇന്ത്യയിൽ എൻ്റെ കരിയറിൽ വരാൻ പറ്റുന്ന ഹയസ്റ്റ് പൊസിഷനിലായിരുന്നു ഞാൻ 2021. അതിനപ്പുറം എനിക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല ഈ കരിയറിനകത്ത്. പിന്നെ എനിക്ക് കൂടുതൽ പഠിക്കാമെന്നല്ലാതെ വേറെ കരിയറിനകത്ത് നമ്മളൊരു ജോലി ലെവൽ പറയത്തില്ല, ആ ഒരു ലെവലിൽ ഇനി മേളിലോട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം എനിക്ക് പിന്നീടൊന്നും അച്ചീവ് ചെയ്യാനില്ലാത്തതായി തോന്നിയതുകൊണ്ട് ഞാൻ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തു. അതും വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂണിവേഴ്സ് എനിക്ക് നേടിത്തന്നു. വളരെ പെട്ടെന്ന് തന്നെ എഫോർട്ട്ലെസ്ലി ആയിട്ടാണ് എനിക്കത് ചെയ്തു തന്നത്. പിന്നീട് ഞാൻ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു. അതിപ്പോഴും ചെയ്തു എന്നല്ല പറയേണ്ടത്, ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കൊരിക്കലും ആഗ്രഹങ്ങൾ തീരത്തില്ല. നമുക്ക് ഒരാഗ്രഹം നേടിക്കഴിയുമ്പം വേറൊരു ആഗ്രഹമായിരിക്കും. ആദ്യം ചിലപ്പോൾ നമുക്കൊരു ബൈക്ക് വാങ്ങാൻ ആഗ്രഹമായിരിക്കും. ഒരു ബൈക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരു കാറ് വാങ്ങണമെന്ന്. ഒരു കാറ് വാങ്ങിക്കഴിയുമ്പോൾ അതിനേക്കാളും വിലയുള്ളൊരു കാറ്, ഫെസിലിറ്റിയൊക്കെ ഉള്ളൊരു കാറ് വാങ്ങണമെന്ന് തോന്നും. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിൽക്കത്തില്ല. അപ്പം ഞാൻ ഇപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഞാൻ ഈ ആദ്യം ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ 1,00,000 രൂപ സാലറി എഴുതിയപ്പോൾ അത് നടക്കാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ഇതിലേക്കൊരു ഡൗട്ട് പോലെ പിന്നെ എനിക്ക് തിരിച്ചു വന്നു. അപ്പം പിന്നെ ഞാൻ കരുതി ചെറിയ ചെറിയ ഗോളുകൾ നേടി നോക്കാമെന്ന്. അങ്ങനെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു അഡ്വൈസ് ഇതാണ്: നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് യൂണിവേഴ്സിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു വിശ്വാസം തനിയെ വരും. തനിയെ വരുന്നൊരു വിശ്വാസമാണ് നമുക്ക് ആവശ്യം. വെറുതെ നമ്മളിങ്ങനെ നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഉൾമനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല. അപ്പം തനിയെ വരുന്നൊരു വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയും. അതെൻ്റെ ലൈഫിൽ ഞാനത് പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ്. പിന്നീട് പറയുന്നത് റിലേഷൻഷിപ്പിൽ ഞാൻ ആഗ്രഹിച്ച പോലൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയത്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി, വളരെ ഹെൽപ്പ് ചെയ്യുന്ന, വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ്, എൻ്റെ എല്ലാ ഗോൾസിനും വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പം ഞാനൊരു വീടും വസ്തുവും വാങ്ങി. പിന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാറ് വാങ്ങണം എന്നുള്ളത്. അങ്ങനെ ഞാനൊരു കാറ് വാങ്ങി. പിന്നീട് ഞാൻ അതിലുപരിയൊക്കെ ആയിട്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് വേൾഡ് ടൂർ, മീൻസ് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യണം എന്നുള്ളത്. അതെനിക്കൊരു 10ാം ക്ലാസ് തൊട്ടുള്ളൊരു ആഗ്രഹമാണ്. കാരണം ആ ഒരു സമയത്ത് ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനൽ ഒരുപാട് കാണുമായിരുന്നു. അപ്പോൾ അതിൽ പല രാജ്യങ്ങളും കാണുമ്പം അന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോകണമെന്ന്. പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് ഉച്ചയ്ക്ക് ഈ അവധി ദിവസങ്ങളിൽ ഫുഡ് കഴിക്കുമ്പോഴാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പം
ഈ ചാനലിലും വെച്ചിരുന്നാണ് കാണുന്നത്. അന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള പല രാജ്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ 2012 വരെ, അതായത് ഞാൻ ഈ ജോലിക്കൊക്കെ കയറുന്നത് വരെ ആകെ സ്കൂളിൽ നിന്നുള്ള ട്രിപ്പുകൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഈ പോകുന്ന ട്രിപ്പുകൾക്കൊക്കെ പോയിട്ടുള്ളൂ. അതിൽ പോകുന്നത് ഞാൻ പളനി, മധുര അല്ലെങ്കിൽ മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ, ആകെ ഇത്ര സ്ഥലങ്ങളിലേ ഞാൻ പോയിട്ടുള്ളൂ. അതിനപ്പുറം വേറൊരു സ്ഥലം എന്ന് പറയുന്നത് അതെനിക്ക് ആ ഒരു സമയത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി ഞാനൊരു സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഗോവയിലാണ്. ഗോവയിൽ ഒരു 15 ദിവസത്തെ ഒരു ട്രിപ്പിന് ഫാമിലിയായിട്ട് പോകാൻ കഴിഞ്ഞു. പിന്നെ പോയതെന്ന് പറഞ്ഞാൽ മണാലി, കുളു പോകാൻ പറ്റി. പിന്നെ ഞങ്ങൾ പോയത് ഹരിദ്വാർ, ഋഷികേശ്, കാശി പോയി. പിന്നെ കാശ്മീരിൽ പോയി. പിന്നെ ജയ്പൂർ, ജയ്സാമൽ, രാജസ്ഥാൻ, ഗുജറാത്ത് ഏരിയ, ആ ഒരു ഏരിയ ഫുള്ള് കറങ്ങി. പിന്നീട് ഞങ്ങൾ ഈ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സോട് കൂടി ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യം പോയത് ദുബായിലേക്കായിരുന്നു. അതെൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നത്. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഇപ്പം ഞങ്ങളൊരു 3-4 വട്ടം ദുബായിൽ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒമാനിൽ പോയി, പിന്നെ ഷാർജയിൽ പോയി, പിന്നെ തായ്ലൻഡിൽ പോയി. തായ്ലൻഡിൽ ഇപ്പം 2 വട്ടം ഞങ്ങൾ പോയിട്ടുണ്ട് ഫാമിലിയായിട്ട്. പിന്നീട് പോയ രാജ്യം എന്ന് വെച്ചാൽ ടർക്കി ആയിരുന്നു. ടർക്കിയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഹോട്ട് എയർ ബലൂണിൽ കയറുക എന്നുള്ളത്. അങ്ങനെ കപ്പഡോക്കിയയിൽ പോയിട്ട് ഹോട്ട് എയർ ബലൂണിൽ കയറാൻ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ അൽബേനിയ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് 2 വട്ടം പോയി. പിന്നെ ഞങ്ങൾ മോണ്ടനീഗ്രോ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം ലാസ്റ്റ് പോയതെന്ന് പറയുന്നത് ഈജിപ്തിലാണ് ഞങ്ങൾ പോയത്. അത് ഈ സ്കൂളിൽ പഠിച്ച സമയത്ത് ഈ മമ്മികളെ കുറിച്ചും പിരമിഡിനെ കുറിച്ചൊക്കെ പഠിച്ച സമയത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഈജിപ്തും ഈ നൈൽ നദിയും ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ പോയത് ഈജിപ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ വഴിയാണ് ഞാനിതെല്ലാം നേടിയത്. അത് ഞാൻ ഒരു മടിയില്ലാതെ പറയും. ഞാനിതെല്ലാം അട്രാക്റ്റ് ചെയ്തതാണ്, ഞാനതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തതാണ്. ആരും എനിക്ക് കൊണ്ടു തന്നതല്ല. ഞാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് ഞാൻ ഈ പോയിട്ടുള്ളതും. അങ്ങനെ ഇനി എനിക്കൊരാഗ്രഹം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ വളരെ വലിയ ആഗ്രഹങ്ങളായിരുന്നു കുറെ അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നത്. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് ഞാൻ ആദ്യം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ബഞ്ചി ജമ്പിങ്ങും റിവർ റാഫ്റ്റിംഗ് ആണ്. അത് ഞങ്ങൾ ഋഷികേശിൽ പോയപ്പം ചെയ്തു. അത് വളരെ എന്താ പറയുന്നത്, വളരെ സേഫായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് തായ്ലൻഡിൽ ആദ്യം മണാലിയിൽ പോയപ്പം പാരാഗ്ലൈഡിങ് ചെയ്തു. പിന്നെ തായ്ലൻഡിൽ പോയപ്പം പാരാഗ്ലൈഡിങ് ചെയ്തു. പിന്നെ മോണ്ടനീഗ്രോയിൽ പോയപ്പോൾ പാരാസെയിലിംഗ് ചെയ്തു. പിന്നെ കുറേ വാട്ടർ ഗെയിംസ് ഒക്കെ ചെയ്തു. പിന്നെ എന്ന് പറയുന്നത് സ്നോർക്ലിംഗ് ചെയ്തു തായ്ലൻഡിൽ പോയപ്പോൾ. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി മാനിഫെസ്റ്റേഷൻ ചെയ്തു. പിന്നെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു ആപ്പിൾ ഫോൺ വാങ്ങുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ഐഫോൺ 12 ആണ് ആദ്യം എടുത്തത്. പിന്നീട് ഓരോ വർഷവും ഞാനത് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു മാക് ബുക്ക് വേണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു മാക് ബുക്ക് ഒരു 2 വർഷത്തിന് മുമ്പ് ഞാനൊരു മാക് ബുക്ക് വാങ്ങിച്ചു. പിന്നീട് എനിക്കൊരു ഡയമണ്ട് റിങ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഡയമണ്ട് റിങ് വാങ്ങിച്ചു. ഇപ്പോൾ ഒരു 5-6 റിങ് വാങ്ങിച്ചു. പിന്നെ കുറേ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്ന കാര്യമല്ല. അതായത് വെറും ഒരു 4500 രൂപയിൽ സാലറിയിൽ നിന്നുകൊണ്ട് ഈ ഒരു ലെവലിൽ എനിക്ക് എത്താൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് ഒരുപാട് നന്ദി എനിക്ക് യൂണിവേഴ്സിനോട് പറയാനുണ്ട്. ഇന്നത്തെ ഈ ഒരു ലെവലിൽ എന്നെ എത്തിക്കാൻ സാധിച്ചത് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിലുള്ള എൻ്റെ വിശ്വാസവും അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഓരോ മെത്തേഡുകൾ ചെയ്തത് കൊണ്ടാണ് എനിക്ക് യൂണിവേഴ്സ് ഇത് തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലായാലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏതൊരവസ്ഥയിലായാലും നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ കഴിയും. നിങ്ങൾ അതിന് വേണ്ടുന്നത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്കത് തരും.
ഇപ്പം ഞാൻ ഒരാഗ്രഹം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു ദുബായിൽ ഫ്ലാറ്റ് വാങ്ങാനുള്ള പ്രോസസ്സിങ്ങിലാണ്. പിന്നെ നാട്ടിലൊരു വീട് പണിയണമെന്നുണ്ട്, അത് തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതവസ്ഥയിലായിരുന്നാലും, നിങ്ങൾ എത്രത്തോളം വിഷമത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ വഴി അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാമോ എന്താണത് നേടിയതെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.